സംസ്ഥാനം ബജറ്റ് പ്രഖ്യാപനത്തിന് ഒരുങ്ങുമ്പോൾ പുതുതായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. സംസ്ഥാനത്തെ വിഭവ ലഭ്യതയിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനക്കുറവ് കാരണം ഇത്തവണയും നികുതി വർധനവ് തന്നെയാണ് ധനവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ട് സംസ്ഥാനം കാലി ഖജനാവുമായി പുതിയ പ്രഖ്യാപനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ കടമല്ലാതെ മുന്നിൽ മറ്റൊരു മാർഗമില്ല എന്നതും വ്യക്തമാണ്. ജനങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യും. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ അതേസമയം തന്നെ ആൾക്കറിയാം, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതിനെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് വരുന്നത്, തടസ്സമാണ് വരുന്നത്. കടമെടുത്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ധനവകുപ്പിന്റെ മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചത്. സാമ്പത്തിക വർഷത്തിന്റെ പാതിയിൽ തന്നെ പിണറായി സർക്കാരിന്റെ കാലിടറി. കടമെടുക്കാൻ കഴിയാതെ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥ. 25,000 കോടി രൂപ കടമെടുപ്പ് പ്രതീക്ഷിച്ച സംസ്ഥാന സർക്കാരിന് 15,935 കോടിയിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. ഇത്തവണയും നികുതി വർധനവിൽ തന്നെയാണ് സർക്കാരിന്റെ കണ്ണ്. മദ്യത്തിന്റെ വില വർധനവിന് സാധ്യതയില്ല എന്നാണ് മന്ത്രി പറയാതെ പറയുന്നതും. അങ്ങനെ ടാക്സ് ഒന്നും അധികം ഏർപ്പെടുത്താൻ എന്താ, മദ്യത്തിന് അധികം കൂട്ടാൻ പറ്റുമോ? നല്ല കൂടുതലാണ്. അല്ല പറഞ്ഞ പെട്രോളിന് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 22 രൂപ കേന്ദ്ര സെസ് മേടിക്കുന്നുണ്ട്, ഇവിടെ 2 രൂപ മേടിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ ബഹളം. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ആകെ 750 കോടിയെ കിട്ടും എന്നുള്ള അന്നേ നമ്മൾ പറഞ്ഞതാണ്. നിലവിലെ സ്ഥിതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. ഇത്തവണ 3000 കോടി രൂപയാണ് കടമെടുപ്പ് പരിധിയായി കേന്ദ്രത്തിനോട് സർക്കാർ ആവശ്യപ്പെടാനിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലെ ബ്രാൻഡിംഗ് നയം ഒഴിവാക്കുന്നതുമായുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം താക്കീത് നൽകിയിട്ടുണ്ട്. ഈ പദ്ധതി വിഹിതം സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അറ്റോർണി ജനറലിന്റെ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലവും ധനവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഐക്യ കേരളം ആരംഭിച്ചത് മുതൽ ധനകമ്മി ബജറ്റിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയതെന്നാണ് ധനമന്ത്രിയുടെ ന്യായീകരണം. പൊതുജനങ്ങളെ പിഴിഞ്ഞും നികുതി വർദ്ധിപ്പിച്ചതുകൊണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെയും ബജറ്റ്. ഇത്തവണ ഈ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വേണ്ടി ധനവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് ഇടപെടലുണ്ടായി എന്ന് കണ്ടറിയണം. ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.